عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة اي والله ها عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة. ഇനി ഒരെണ്ണം കാണാൻ പോകുന്നു. ഇത് വെറും സിനിമകളല്ല, വെറും ഫുട്ബോളല്ല, പോരാട്ടമാണ് നമ്മൾ കഴിഞ്ഞ 2 സിനിമകളിലും കണ്ടത്. ഇനി വരാൻ പോകുന്ന മെറഡോണയെ കുറിച്ചുള്ള സിനിമയിലും അത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇത്തരം ഒരു പരിപാടിയോടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ സദസ്സുമായി സംവദിക്കാൻ ആരെയാണ് ക്ഷണിക്കേണ്ടതെന്ന ചോദ്യത്തിന് മുന്നിൽ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റിലമായി അറിയപ്പെടുന്ന മൊഗ്രാളിൽ നിന്ന് PC ആസിഫിനെ തന്നെയാണ് വിളിക്കാൻ തീരുമാനിച്ചത്. അതിന് കാരണം ഇപ്പം നമ്മൾ അടുത്തതായി പ്രദർശിപ്പിക്കാൻ പോകുന്ന സിനിമ മെറഡോണയെ കുറിച്ചുള്ള സിനിമയാണ്. കാസർഗോഡിൻ്റെ മെറഡോണ എന്ന് PC ആസിഫിൻ്റെ കളി മികവ് കണ്ട് നമ്മൾ വിളിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴും മൊഗ്രാൽ സ്പോർട്സ് ക്ലബിന് വേണ്ടി കളിക്കുമ്പോഴും ആസിഫ് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ അത് ഫുട്ബോൾ അല്ല, സംഗീതം പോലെ എന്തോ ഒരു മാസ്മരികമായിട്ടുള്ളൊരു പ്രകടനമായിട്ടാണ് നമ്മളതിനെ കണ്ടുകൊണ്ടിരുന്നത്. കാസർഗോഡ് മറ്റൊരു മെറഡോണ ഉണ്ടായിരുന്നു, നമ്മളെ ബാവു എന്ന് വിളിച്ചിരുന്ന നിസ്സാരമായിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെ KM ഹനീഫ് എന്നൊരു വ്യക്തി കാസർഗോഡിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ എല്ലാ മേഖലകളിലും ചെറിയ സമയം കൊണ്ട് ഒരു 5-6 വർഷം കൊണ്ട് എല്ലാത്തിൻ്റെയും ഉന്നതിയിലേക്ക്, ഉന്നത തലത്തിലേക്ക്, ചെയർപേഴ്സൺ വനിതയായതുകൊണ്ടാണ് ഹനീഫ് വൈസ് ചെയർമാൻ ആയത്, അല്ലെങ്കിൽ KM ഹനീഫ് ചെയർമാൻ പദവിയിൽ ഇരിക്കുന്ന ആളായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറ്റി എന്നുള്ളത്, അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊന്ന് മാത്രമാണ്. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത്രമാത്രം ഭംഗിയായി നിർവഹിക്കുന്നതിൽ ഹനീഫ് കാണിക്കുന്ന മിടുക്ക്, അതാണ് അദ്ദേഹത്തെ. ഹനീഫ് ഇല്ലാത്ത സംഘടനകൾ കാസർഗോഡില്ല. എല്ലാത്തിൻ്റെയും തലപ്പത്ത് KM ഹനീഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു അതിഥിയാണ് അദ്ദേഹം. ഫുട്ബോൾ സ്നേഹി കൂടിയാണ്. കാസർഗോഡ് നാഷണൽ സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റാണ്. നിരവധി സ്പോർട്സ് ക്ലബ്ബുകളുടെ അമരത്തിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് രണ്ടുപേരും ഭാരവാഹികളെ, ഇവിടെ സന്നിധരായ മറ്റുള്ളവരെ നമസ്കാരം. സുബീനും അതേപോലെ TA ഷാഫിയും ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, പക്ഷേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ആസിഫ് ഇവിടെ ഫുട്ബോളിനെ കുറിച്ച് കഥ പറയുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അറിയാം, ലോകം ഇപ്പോൾ ഫുട്ബോളിൻ്റെ മായാലോകത്തിലാണ്. അപ്പോൾ കാസർഗോഡും അതിൽ നിന്ന് ഒട്ടും പിന്നിലെന്ന് നമ്മുടെ ഫിലിം സൊസൈറ്റി ഇവിടെ ഇന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഫിലിം സൊസൈറ്റിയുടെ 2 ഫിലിം കഴിഞ്ഞു, 3ാമത്തെ മറഡോണയുള്ള ഫിലിം ഇത് കഴിഞ്ഞ് ആരംഭിക്കും. അതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് പോലെയാണ് ഇപ്പോൾ നമ്മുടെ ആസിഫ് പന്തോട്ടത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ ഈ ആസിഫിനെ ഷാഫി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ആളെയാണ് ഈ പരിപാടിക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റു കളിയുമായി ബന്ധപ്പെട്ട എന്തുണ്ടെങ്കിലും ഞങ്ങൾ അഭിപ്രായം പറയും. ഞങ്ങൾക്കൊരു കോളേജിലൊരു ഗ്രൂപ്പുണ്ട്, ഒരു വട്ടം കൂടി. അതിലിപ്പോൾ ലാസ്റ്റ് ഒരു 2 ആഴ്ചയായിട്ട് ഫുൾ ചർച്ച ഫിഫ കപ്പാണ്. അപ്പോൾ അതിൻ്റെ വൈകുന്നേരം മുതൽ ആസിഫിൻ്റെ ഒരു വിശകലനം ഉണ്ടാവും. അതിൻ്റെ ഏത് കളിയാണ്, എന്താണ്, അതൊക്കെ അതിന് എല്ലാവരും അഭിപ്രായം വളരെ സജീവമാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പ്രവചന മത്സരം ഉണ്ടാവും. അത് കഴിഞ്ഞ് പ്രൈസ് ഉണ്ടാവും. എല്ലാ കൊല്ലവും ക്രിക്കറ്റ് ആയാലും ഫുട്ബോളായാലും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുക. കാരണം നമ്മൾക്ക് കുറേ നല്ല പ്രാസംഗിക കേരളത്തിലുണ്ട്. സുമാറായിക്കോട്ടെ പ്രസംഗം നല്ലതായിരിക്കും, ലീലാവതിൻ്റെ അല്ലെങ്കിൽ സമദാനിൻ്റെ. അപ്പോൾ ആസിഫ് പ്രസംഗികനല്ല, പക്ഷെ ഒരു കാര്യം നല്ല നർമ്മരസത്തിൽ അവതരിപ്പിക്കുക ആസിഫിൻ്റെ അറിയും. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വപ്പടിയിലും കൂടി ഞങ്ങൾ ഒരു വട്ടം കൂടി ഒരു ട്രിപ്പ് ഗ്രൂപ്പ് പറഞ്ഞൊരു 9 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ ഇടയിൽ ഈ ആസിഫിൻ്റെ ഈ വിറ്റ് സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് 7 പേര്, സോറി 2 കുറച്ച്, ഏതായാലും 7 പേര് നമ്മൾ ഇടയിൽ ഒരു 6 മാസത്തിലേക്ക് ടൂർ പോകും. അപ്പോൾ ആസിഫ് ഓരോ കാര്യങ്ങളൊക്കെ സിമ്പിളായിരിക്കും. അപ്പോൾ ആസിഫ് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, അതൊക്കെ പപ്പടിയൊക്കെ പറയും. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ ട്രിപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ആസിഫ് കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കും. അപ്പോൾ പ്രസംഗികനെന്ന് നമസ്കാരം. ഫിലിം സൊസൈറ്റി കുറേയായി ഞാൻ കേൾക്കുന്നുണ്ട്. കൂടുതൽ രഘുവേട്ടൻ്റെ അടുത്ത് തന്നെ കേട്ടത്. രഘുവേട്ടന് ഫിലിം സൊസൈറ്റിനെ പറ്റി അനിയൻ ജയശങ്കറും ഞാൻ ക്ലാസ്മേറ്റും അടുത്ത സുഹൃത്തുമാണ്. ഗോകുലും അതേപോലെ.
സത്യം ബാംഗ്ലൂരിലും അത്ര ഞാൻ ഒരിക്കലും ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല ആ കാണുന്ന സമയത്തൊന്നും. ഞങ്ങൾക്ക് വേറെ എന്തെല്ലാം സബ്ജക്റ്റായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഒരു നിമിത്തമായിട്ട് വരാൻ പറ്റിയില്ല. ഫിലിം സൊസൈറ്റിക്ക് ഞാൻ അതിൻ്റെ മെമ്പേഴ്സിനെല്ലാം ഞാൻ വത്സ മാഷിനും അനിലിനും ചെന്നൈയിലുള്ള രഘുവിനെല്ലാം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഷാഫി പറഞ്ഞ കാസർഗോഡിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് അതിലേക്ക് തന്നെ വരാം. ഓക്കെ, ഞാൻ മരിച്ചു കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻ്റായത്. എസ്പെഷ്യലി നാഷണലിലെല്ലാം 2 വോട്ടും വാങ്ങിയിട്ട് പ്രസിഡൻ്റായി. ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എൻ്റെ ഉപ്പ 19 കൊല്ലം വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. മൈമാഷും എല്ലാ സമയത്തും എനിക്ക് ഡയറക്റ്റ് പ്രസിഡൻ്റായി. ഫസ്റ്റ് മീറ്റിങ്ങിൽ ആദ്യം എടുത്ത തീരുമാനം ഷാഫിനെ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ മുഖ്യ രക്ഷാധികാരിയായി എടുക്കാനുള്ള തീരുമാനമാണ്. ഷാഫി രക്ഷാധികാരിയായി വന്നു. അത് എത്രത്തോളം ഭാഗ്യം എന്ന് പറയാൻ എനിക്കറിയില്ല. എങ്കിലും അത് കഴിഞ്ഞത് ഞാൻ ചിലപ്പോൾ ഇപ്പം ഞാൻ പ്രസിഡൻ്റ് അല്ല എങ്കിലും അത് ആലോചിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ ഒരു എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തരുന്നു. ഒന്ന്, മഞ്ചേരിയിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായി. അത് കഴിഞ്ഞ് അണ്ടർ 14 ഗേൾസ് സംസ്ഥാന ചാമ്പ്യന്മാരായി തിരിച്ചു വന്നു. അപ്പോൾ ഈ സംസ്ഥാന ചാമ്പ്യന്മാരായ സീനിയർ ടീമിനെ സ്വീകരണം കൊടുത്തു. ഇതിൻ്റെ സ്വീകരണത്തിന് ആരും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ തന്നെ ഈ ഒരു അണ്ടർ 14 പെൺകുട്ടികളല്ലേ സിറ്റി ടവറിലൊരു സ്വീകരണം കൊടുക്കാൻ ഞാൻ ഷാഫിനോട് സംസാരിച്ചു. ഷാഫിയിൽ നല്ല ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുട്ബോളുമായിട്ട് എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഒരു ബന്ധവുമില്ല. എങ്കിലും ഞാൻ വിളിച്ചത് ഗിരിയേട്ടനെയാണ്. അദ്ദേഹം ബാങ്ക് മാനേജറാണ്. ഗിരിയേട്ടനെ വിളിക്കാൻ കാരണം അയാൾ ഉപ്പളുണ്ട മാനേജറായിട്ടുള്ള ആ സമയത്ത് മൊഗ്രാലിലുള്ള ഗിരിയേട്ടനാടെ അറിയുന്ന രാഘവ മാഷ മോന് നല്ലൊരു നാട്ടുകാർക്കെല്ലാം അറിയാം മൊഗ്രാലാണ്. അപ്പോൾ ആ കളി കാണാനും വരുന്ന ആ ഇൻട്രസ്റ്റും അപ്പോൾ ഈ കുട്ടികളെ ബെസ്റ്റ് ഗിരിയേട്ടനല്ലേ. ഗിരിയേട്ടനെ ഉദ്ഘാടനം ചെയ്തു. അന്ന് ഞങ്ങൾ സിറ്റി ടവറിൽ കൊടുത്ത ആ 14 അണ്ടർ 14 പെൺകുട്ടികളിൽ അന്ന് കൊടുത്ത ആ പ്രോത്സാഹനത്തിൻ്റെ ഒരു ഫലം കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇപ്പോൾ ഇന്ത്യ ജയിച്ച സാഫ് ഗെയിംസിൽ അന്നത്തെ മാളവികാവും അഹാനാവും ആ ടീമിൽ ഇടപെടിച്ചു. അത് കാണുമ്പോഴേക്ക് ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ അത്ലറ്റിക്സിലുണ്ടായിരുന്നു. ഞാൻ ഫുട്ബോളിലേക്ക് വരും. മൊഗ്രാലിൽ തന്നെ പിന്നെ ഒരു 30-34 കൊല്ലം അതിൽ തന്നെ പോയി. അപ്പോൾ അതിൻ്റെ ശേഷം സന്തോഷ് ട്രോഫി എല്ലാം വരുമ്പോഴേക്ക് അനീഷാൻ്റെ എല്ലാം കുറേ ഹെൽപ്പ് ബാംഗ്ലൂരും മാഡിയും ഞങ്ങൾക്ക് ടീമിനും ഒരു ബുദ്ധിമുട്ടില്ല. കേരള സ്പോർട്സ് കൗൺസിൽ കൊടുത്ത റിപ്പോർട്ടിലടക്കം അവരെല്ലാം പേരുണ്ട്. ഒരു വട്ടം കൂടിൻ്റെ എല്ലാ സപ്രണ്ടിൻ്റെ പേപ്പറിൽ മാത്രം നമുക്കിത് അറിയുന്നത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലുണ്ട് ഒരു അങ്ങനെ ഒരു ഭയങ്കര ആവേശമൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഈ ബ്രസീലും ഇതെല്ലാം ഞാൻ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമുക്ക് ആകെ പരിചയമുണ്ടായിരുന്നു. എനിക്ക് ശ്രീലങ്ക പരിചയമുണ്ടായതിൻ്റെ കുറച്ച് ബന്ധുക്കളാളുകളുണ്ട്. പിന്നെ ഈ ഗൾഫ് കൺട്രീസിൽ ഗൾഫ് കൺട്രീസിൽ അക്കുറി കുവൈത്ത് ഉണ്ട് 82 വേൾഡ് കപ്പിൽ. അത് മാത്രമല്ല പിന്നെ സീക്കോ എന്ന് പറഞ്ഞിട്ട് പ്ലേസിലെല്ലാം നല്ല പേര്. പിന്നെ ശരിക്കും ഒരു സജീവമായിട്ട് കാണാൻ തുടങ്ങിയത് 86-ന്റെ ശേഷം. അത് ഞങ്ങളുടെ വീട്ടിൽ TV ഒന്നുമില്ല, നാട്ടിൽ വേറെ. ഞാൻ ബാംഗ്ലൂർ LSU ജോയിൻ ചെയ്യുന്നില്ല എങ്കിലും രാത്രി പോയിട്ട് കാണുകയും അതെടുക്ക് ഇതാണ് അതിന് ആൻറ്റിന തട്ടിയിട്ട് നേരെയാക്കുക. അമ്മി പറഞ്ഞ പോലെ ഒരു ദിവസം അമ്മി ആ സമയത്ത് ഉമ്മ നോക്കുമ്പോൾ 2 മണി 3 മണിക്ക് മരത്തിൻ്റെ മേലെയുണ്ട് അമ്മിനെ കാണുന്നതും ഇവനെന്തായി പോയി ഇപ്പോൾ നിങ്ങളെ ആ ഒരു അതുപോലെയുള്ള ഒരു സംഭവം അങ്ങനെ കണ്ട. പിന്നെ ഫൈനൽ മാംഗ്ലൂർ തന്നെ. പിന്നെ എല്ലാവർക്കും അതേപോലെ ഓരോ വേൾഡ് കപ്പ് ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ 4 കൊല്ലം മാത്രം എനിക്കൊന്ന് TV എല്ലാം വരാൻ തുടങ്ങി ഫുള്ള് കണ്ടു. 94 ദുബൈയിൽ കണ്ടു. ഇങ്ങനെ പോയി. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മോൻ ജനിച്ചു. അപ്പോൾ ഇവന് ജനിച്ചപ്പോൾ കാണുന്നത് ഞാൻ ഈ കളിക്കാൻ പോകുന്നതും ഇത് തന്നെയല്ലേ. ഒരു 2002 വേൾഡ് കപ്പ് കഴിഞ്ഞു. 98 ബ്രസീൽ ഫൈനലിലെത്തി, തോറ്റു ഫ്രാൻസിനോട്. 2002 ബ്രസീൽ ചാമ്പ്യൻസ് ആയി. അപ്പോൾ എൻ്റെ മോൻ LKG ഇതുകൊണ്ട്. പിന്നെ 2004 യൂറോ കപ്പ്
നടക്കുന്ന സമയം ചെറിയൊരു ക്ലാസ്സിൽ പഠിക്കുന്നില്ല. അപ്പോൾ രാത്രി ഞാൻ ഇങ്ങനെ യൂറോ കപ്പ് ഫൈനൽ കാണാൻ വേണ്ടി. അപ്പോൾ പോർച്ചുഗലും പിന്നെ ഗ്രീസും ഫൈനൽ. അപ്പോൾ ഗ്രീസും യൂറോ കപ്പിൽ ഫൈനലിലെത്തിയല്ല ആദ്യമായിട്ടും തോന്നി. ഇവൻ ഇത്രക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനും കളി കാണുന്നു എന്നിട്ട് വന്നു. അപ്പോൾ കുറച്ച് എൻ്റെ ഓള് വന്നിട്ട് പിടിച്ച് വെച്ച് കൊണ്ടുപോയാണ് ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേജിൽ പോകുമ്പോൾ അതിലൊരു പെന്നും കടലാസ് ഫോട്ടോ എല്ലാം എല്ലാത്തിനായിട്ട് ഫോട്ടോയൊക്കെ കാണാം. തുടക്കം എല്ലാം കൂടെ കളിക്കാൻ പറ്റിയതും നല്ലൊരു ഭയങ്കര ഭാഗ്യമായിട്ട് അത് ഫൈനൽ സെക്രട്ടറി ആയിട്ടാണ് നമ്മുടെ 120 ട്രോഫിയെല്ലാം നേടിയ സമയം. എന്തെല്ലായി ആരിൽ അവൾ ചെല്ലും എഴുതി വെക്കണം. പോർച്ചുഗലും ഗ്രീസും. ഞാൻ ഇവനത് ഇത്ര ഇൻട്രസ്റ്റ് ചോദിക്കണ്ട, ഇത് കണ്ടിട്ട് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ വന്നു. ഞാൻ പോർച്ചുഗൽ തോക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു നാഷണലിസ്റ്റാണ്. പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇവർ ഗോവയിൽ പോകാൻ അങ്ങോട്ടാക്കിയില്ല. അതിൻ്റെ ചൂടുള്ള പോർച്ചുഗൽ. ഈ വാസ്കോഡി ഗാമനൊന്നും എനിക്ക് അത്ര പിടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പം ഞാൻ ഗ്രീസ് ജയിച്ച സന്തോഷത്തിലുണ്ട്. ഇപ്പോൾ രാവിലെ വന്നിട്ട് ആര് ജയിച്ച്? ഞാൻ ഗ്രീസ് ജയിച്ച് ഭയങ്കര സങ്കടത്തിൽ ഒരു. ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം അപ്പം ആ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്ത് അതേ പോർച്ചുഗലിനെ തന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയുണ്ട്. ഓക്കെ, അന്നത്തെ ആ കുട്ടി മനസ്സ് തന്നെ ഇപ്പം 50 കഴിഞ്ഞാൽ അസിസ്റ്റാണ്. ഉണ്ട് അസിസ്റ്റാവും ആ പോർച്ചുഗലിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഈ പോർച്ചുഗലിൻ്റെ മാച്ച് ഞാൻ ഡ്രോ ആകുമ്പോഴേക്ക് അസിസ്റ്റാനെ എങ്ങനെ ഫേസ് ചെയ്ത് അപ്പം ഇപ്പുറത്തെ ബേജാറിൽ ഓന് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവം വളരെ ഇമോഷണലായിട്ടുള്ള വേൾഡ് കപ്പ്. ഇല്ലെങ്കിൽ 2006 വേൾഡ് കപ്പ് കഴിഞ്ഞ് 2009 എൻ്റെ അനിയനെല്ലാം മാരേജായി. എൻഗേജ്മെൻ്റ് ആയി. ഓന് ഗൾഫിലേക്ക് പോയി. അപ്പോൾ മൊഗ്രാൽ വീട്ടിൽ ഉപ്പാവും മാത്രമുണ്ട്. അപ്പോൾ ഉപ്പ പറഞ്ഞു, ഇത് ഈ 2010 വേൾഡ് കപ്പ് നോമ്പ് അതെ, നീ അത് ഫുള്ള് ഈടെ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ ആ ഒരു മാസം ഫുള്ള് മാംഗ്ലൂർ വിട്ട് നിൽക്കുന്ന എങ്ങനെയപ്പോൾ വന്നിട്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലേ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഓളോടെല്ലാം പറഞ്ഞു ഞാൻ ഇനി ഒരു മാസം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് എത്താം. ഉപ്പാവും മാത്രമല്ലേ ഉള്ളേ. ഒരു പങ്കം മാംഗ്ലൂരിൽ ഒരു അടിലെല്ലാം വേറെ. അങ്ങനെ ആ ഒരു നിമിത്തം അറിഞ്ഞില്ല. പിന്നെ ഒരു കൊല്ലം വന്നിട്ടില്ല. അതിന് മുമ്പ് ഉപ്പ മരിച്ചു. അത് എപ്പോൾ അതൊരു സ്പെയിൻ ചാമ്പ്യൻസായ ഒരു വേൾഡ് കപ്പ് ഹോളണ്ടും സ്പെയിനും ഫൈനലിൽ എത്തി. അങ്ങനെ ഉപ്പ ഈ ഫുട്ബോളിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ എത്തി. ചിലപ്പോൾ അങ്ങനെ ആ ഒക്കെ കാണണമെന്നുള്ള ഇതിൽ 97 ഞാൻ മാംഗ്ലൂർ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു മാസം ഫുള്ളായിട്ട് മൊഗ്രാലിൽ തിരിച്ചു വന്നിട്ട് നിന്നിട്ടില്ല. പിന്നെ മൊഗ്രാലിൽ കളിക്കാൻ വരുമ്പോൾ അങ്ങനെ വന്നിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അങ്ങനെ ഉണ്ടായി. അങ്ങനെ കുറച്ച് അതിൻ്റെ എല്ലാം ഒരു ഓൾ ഇൻ ആവും. ഓക്കെ, അല്ലെ ആ വിഷുവിനെ കുറിച്ച് പറയാനും കുറച്ചുണ്ട്. പറഞ്ഞാൽ തീർന്നില്ല. 2 കൊല്ലം ഞാൻ മൊഗ്രാലിലേക്ക് കൊണ്ടുപോയി ടൂർണമെൻറ്റിന്. എന്നിട്ട് വിഷുട്ടാൻ വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഞാൻ മംഗലത്തേക്ക് പോയി. പിന്നെ ഡെയിലി മൊഗ്രാലിലുണ്ട് ആര് വിഷുട്ട് ആട് വന്നിട്ട് എനിക്ക് സെൽഫി ആയിരുന്നു മംഗലാരുള്ള ഞാൻ. അപ്പോൾ ആ മമ്മച്ചാൻ്റെ കയറിട്ട് അന്തിക്കാഴ്ചാൻ്റെ കയറിട്ട് കാഴ്ചാൻ്റെ കയറിട്ട് ഉമ്പാഴ്ചാൻ്റെ കയറിട്ട് എല്ലാവരൊക്കെ നിന്നിട്ടുള്ള സെൽഫി എനിക്ക് അയക്കുന്നത്. ഞാൻ ഇതിൽ എങ്ങനെ പരിചയപ്പെട്ടത് എനിക്ക് തന്നെ അറിയില്ല. അതാണ് ആ ഒരു വിഷുട്ടിലെ ഫുട്ബോളുമായിട്ടുള്ള ഒരു നാഷണൽ. എങ്കിലും ഇത്രയും അവയർനെസ് അപ്ഡേഷനുള്ള ഒരു ഫ്രണ്ട് ഡോക്ടർ അഷ്റഫ് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും ക്ലാസ്. ഓക്കെ, അതിൽ ആകെ അപ്പോൾ അതിന് KMCയും MET മണിപ്പാലും അലോഷ്യസും ഈ 3 കോളേജ് മാത്രമേ എൻട്രി ഉണ്ടായിട്ടുള്ളൂ. അപ്പച്ചക്കറിയല്ലോ ഇത്രയും 96 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം അവിടെ കളിക്കുന്നത്. ഒരിക്കൽ ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ട് PA കോളേജും ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ അന്വേഷിച്ച ചാർജ് എടുത്തതിൻ്റെ പിറ്റത്തെ കൊല്ലം അവിടെ ടീമുമാക്കി സെറ്റപ്പാക്കി ഇൻവിറ്റേഷൻ. എനിക്ക് അത്
കാരണം എപ്പോൾ ഒരു കോളേജ് ടീം ഏത് ലീഗിലും ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ അതിന് കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യണം. കാരണം ആരുടെയാണ് വലുതായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം നാഷണൽ പ്രസിഡന്റ് ബി ഡിവിഷൻ ചാമ്പ്യൻസായി. പിന്നെ മുനിസിപ്പൽ ഇപ്പോൾ വൈസ് ചെയർമാൻ ആയിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതന്നെ എനിക്കിപ്പോൾ ആ സ്റ്റേഡിയത്തിലൊന്ന് പുല്ല് വെച്ചിട്ട് കണ്ടാൽ മതി, നമുക്ക് മേയാം. അപ്പോൾ അതും അടുത്തന്നെ നടക്കുമെന്ന് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്. ഇവിടെ സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളെ ആദ്യമായി അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ നാട് എല്ലാം കൊണ്ടും എല്ലാത്തിലും മെച്ചപ്പെട്ട ഒരു വലിയ രാജ്യമാണ്. ജനസംഖ്യയിലാണെങ്കിലും വിസ്തൃതിയിലാണെങ്കിലും മറ്റ് എല്ലാ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാത്തിലും. എങ്കിലും കാൽപന്ത് കളിയിൽ നമ്മൾ വളരെ പിന്നോട്ടാകുന്ന കാലം നിങ്ങളോടൊപ്പം എന്നോടൊപ്പം നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഒരു ലോകകപ്പ് ഫുട്ബോളിൻ്റെ അയലത്ത് പോലും ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചില്ല. വളരെ ചെറിയ രാജ്യമായ സൗത്ത് അമേരിക്കയിലെ ഹൈറ്റി എന്ന രാജ്യം 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള രാജ്യം വരെ ഇന്ന് ലോകകപ്പിൽ കളിക്കുകയാണ്. 1966 മുതൽ എനിക്ക് ലോകകപ്പ് പത്രം ഞാൻ ചെറിയ ക്ലാസ്സിലുണ്ടാകുമ്പോൾ 5ാം ക്ലാസ്സിലുണ്ടാകുന്ന കാലത്ത് തന്നെ ലോകകപ്പിൻ്റെ എല്ലാ വാർത്തയും വായിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ്. കളിക്കാരൻ എന്ന നിലയിൽ അതിനുശേഷം യൂണിവേഴ്സിറ്റി കോച്ചിങ് ക്യാമ്പിൽ നാഷണൽ സ്പോർട്സ് ക്ലബിൽ ഞങ്ങൾ ഒന്നിച്ച് കളിക്കുന്ന സ്ട്രൈക്കർ അബ്ദുല്ലാവും ഇല്യാസ് റഹ്മാനും ഞാനും അന്ന് യൂണിവേഴ്സിറ്റി കോച്ചിങ് ക്യാമ്പിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം നടന്ന 66 ഇംഗ്ലണ്ടാണ് വിജയിച്ചത്. അന്ന് ബ്രസീൽ ചാമ്പ്യന്മാരായി. എങ്കിലും ബ്രസീൽ 5 പ്രാവശ്യം ചാമ്പ്യൻ. പഴയ കാലത്ത് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച് 5 ലോകകപ്പാണ് ബ്രസീൽ ജയിച്ചത്. അതിൽ അങ്ങനെ 3 ലോകകപ്പ് എടുക്കുന്നവർക്ക് അന്നൊരു ലിഖിതമായ നിയമം ഉണ്ടായിരുന്നു ഫിഫക്ക്. യൂൾറിമ കപ്പാണ് അന്ന് ഉണ്ടായിരുന്നത്. 3 ലോകകപ്പ് നേടിയതോടെ പഴയകാലത്ത് ഫുട്ബോളിൻ്റെ പര്യായം തന്നെ ബ്രസീൽ എന്ന് പറയുമ്പോൾ ഫുട്ബോളിൻ്റെ പര്യായമാണ്. ഇന്ന് അത്രത്തോളം ഇല്ലെങ്കിലും അന്ന് മികച്ച നല്ല തവണ ചാമ്പ്യന്മാരായി. അർജൻറ്റീന 3 തവണ ചാമ്പ്യന്മാരായി. ഉറുഗ്വ 2 തവണ ചാമ്പ്യന്മാരായി. ഇംഗ്ലണ്ട് 1 തവണ ചാമ്പ്യന്മാരായി. ഇംഗ്ലണ്ടാണ് ലോക ഫുട്ബോളിൻ്റെ പഴയകാലത്തെ കളിത്തൊട്ട്. ഞാൻ പിന്നീട് പറയുന്നത്, നേരത്തെ ഞാൻ ഹംഗറിയൻ ഒരു ഫിലിം ആദ്യം കാണിച്ച ഹംഗറിയൻ ഫിലിമാണ് ബുഡാപെസ്റ്റിൽ പഴയകാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ഇന്ന് ഏറ്റവും കൂടുതൽ ലോക ഫുട്ബോൾ ആരാധകരെ പ്രചോദനം കൊള്ളിക്കുന്ന ഇൻ്റർനാഷണൽ ലീഗ് മത്സരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്, EPL. അതിനേക്കാളും മികച്ച ലീഗ് മത്സരങ്ങളാണ് പഴയകാലത്ത് ഹംഗറിയിൽ നടത്തിയിരുന്നത്. ബുഡാപെസ്റ്റ് ലീഗ് പഴയകാലത്ത് പെരയ്ക്ക് ശേഷം ഏറ്റവും നല്ല കളിക്കാരൻ പുഷ്പാഷ് എന്ന കളിക്കാരൻ രംഗത്തുണ്ടായിരുന്നത് ആ കാലത്താണ്. അദ്ദേഹം ലോക കാൽപന്ത് കളിയുടെ നെറുകയിലായിരുന്നു എന്നുള്ള കാര്യം ഇന്നത്തെ തലമുറക്ക് ആർക്കും അറിയില്ല. പിന്നീട് ഇന്നത്തെ ലോകകപ്പാണെങ്കിൽ പല കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നു. നമുക്ക് ലോകകപ്പ് മാത്രമല്ല, അതിനേക്കാളും വലിയ കപ്പ് നടത്താനുള്ള സാഹചര്യവും സാമ്പത്തികവും എല്ലാം ഉണ്ട്. വെറും കാസർഗോഡ് ജില്ലയോളം മാത്രം വലിപ്പമുണ്ടായി ഉള്ള ഖത്തർ വൻ വിജയമാക്കി 22ാം ലോകകപ്പ് വൻ വിജയമാക്കി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ഇതിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. എങ്കിലും നമുക്ക് അതിനുള്ള പല രാഷ്ട്രീയ കാരണങ്ങൾ എന്തോ നമ്മുടെ ശരീരഘടനയോ ഇന്ത്യക്കാരുടെ ശരീരഘടന ഫുട്ബോളിന് അനുയോജ്യമല്ലെന്നാണ് ഒരു നിരീക്ഷണം കൊണ്ട് എനിക്ക് പഠിക്കാനിടയായത്. നമ്മുടെ കാലിൻ്റെ വലിപ്പം ഇംഗ്ലീഷുകാരുടെയും തെക്കേ അമേരിക്കയുടെയും ആൾക്കാരെക്കാളും പകുതിയോളമേ ഉള്ളൂ. അവരുടെ മിനിമം സൈസ് 8-9 ഇഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റാമിനോട് നമുക്ക് വളരെ കുറവാണ്. അതാണ് നമുക്ക് പിന്നോട്ട് പോകാൻ കാരണം. അതിന് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റൊന്ന് ഒരു കാര്യം കൂടി ഞാൻ
നിങ്ങൾ ഫുട്ബോൾ പ്രേമികൾ, ഫുട്ബോൾ ആരാധകർ ഉറക്കം വീഴ്ച ഈ കളി ആസ്വദിക്കുന്ന സമയത്ത് പഴയ കാലത്ത് ഞാൻ നെഹ്റു കപ്പ് കാണാൻ തിരുവനന്തപുരം പോയിരുന്നു. നെഹ്റു കപ്പ് കാണാൻ എറണാകുളം, കൊച്ചിയിൽ പോയിരുന്നു, കോഴിക്കോട് പോയിരുന്നു, ഫെഡറേഷൻ കപ്പ് കാണാൻ പോയിരുന്നു. ഞങ്ങളെ ക്ലബ്ബ് പഴയ കാലത്ത് സ്റ്റാഫേർഡ് കപ്പിൽ, ബാംഗ്ലൂർ സ്റ്റാഫേർഡ് കപ്പിൽ കളിച്ച കളിക്കാരാണ് ഞങ്ങളെല്ലാം. പഴയ കാലത്ത് സെവൻസിൽ സൂറത്ത് കല്ല് മുതൽ ചാവക്കാട് വരെ കളിച്ചിട്ടുണ്ട് സെവൻസ് ടൂർണമെൻ്റ്. അന്ന് ആ സെവൻസ് കളിക്കുന്ന നേരത്ത് ടീമിനെ നയിച്ചത് ഞാനാണ് ചെറിയ മട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാലത്ത് പല സ്ഥലത്തും കളി നോക്കാൻ പോകുമ്പോഴേക്ക് സ്ത്രീകൾ തീരെ ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ ഈ സദസ്സിലും സ്ത്രീ സാന്നിധ്യമുണ്ട്. അത് കൂടാതെ ഇന്ന് ഫുട്ബോളിലും ക്രിക്കറ്റിലും ഇപ്പം ക്രിക്കറ്റ് ലോകകപ്പ് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമയമാണ്. അത് ഇനിയും ഇത് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും ഇതിൽ കൂടുതൽ താല്പര്യം കാണിക്കാനും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കേണ്ട മാച്ചിൽ ആദ്യം ഒരു പെനാൽറ്റി ഹരിക്കെയിൻ എടുത്ത സമയത്ത് ഗോൾ കീപ്പർ ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ട് റീടേക്ക് എടുക്കേണ്ടി വന്നല്ലോ. അപ്പോൾ അത് ശരിയാണ്, നിയമം ഓക്കെ അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഈ കിക്ക് എടുക്കുന്ന ആളും ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഇല്ലാതെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് പലപ്പോഴും. അപ്പൊ എന്താ വെച്ചാൽ ഒരു ഇൻസ്റ്റിക്ട് ഉണ്ടായിരുന്നില്ല, ആ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ ഗോൾ കീപ്പർക്ക് മൂവ് ചെയ്തുണ്ട്. അപ്പോൾ റൂള് രണ്ടുപേർക്കും ആക്കേണ്ടതെന്നുള്ളൊരു അത് ഗോൾ കീപ്പറിനും ബാധകം, കിക്ക് എടുക്കുന്ന ആൾക്കും ബാധകം. അത് ആ ഫിഫയുടെ റൂൾ തന്നെ. അത് ഇവർക്ക് ഈ അടിക്കുന്ന ആളെ തെറ്റിയിട്ട് ഗോളായെങ്കിലും ഇയാളെ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഗോളല്ല, മറ്റതുപോലെ ഉണ്ട്. പിന്നെ ഓഫ് സൈഡിൻ്റെ ഓഫ് സൈഡിൻ്റെ കുറേ കംപ്ലയിൻസ് വന്ന ശേഷമാണ് ഈ ഫുട്ബോളിൽ തേർഡ് എംപയർ സിസ്റ്റം ഇല്ല. അതിപ്പോൾ അടുത്തല്ല ആക്കിയതല്ല. ഇതുപോലെ കുറേ കംപ്ലയിൻസ് വരുന്നുണ്ട്. അത് ശരിക്കും ആ ഏത് ഡീപ്പ് ഡിഫൻഡറിൻ്റെ അപ്പുറത്തെ ഒരു ഇഞ്ചെങ്കിലും അപ്പുറത്തായി പോയാൽ അത് ഓഫ്സൈഡ്. അതിന് നോ എക്സ്ക്യൂസ്. അതായിരിക്കും അത് അടിക്കുന്നത്. ആ ഗോൾ കിട്ടാതെ പോയിപ്പോയല്ലോ പറഞ്ഞിട്ട് മാത്രം. അത് അതിൽ ആദ്യം കുറേ കംപ്ലയിൻസ് വന്നു. ഒരു മാസപ്പാടിൽ ഇപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഞമ്മ ഫുള്ളൊരു 5000 ആൾ കാണുന്നതും കണ്ണും ഈ റഫറിൻ്റെ 2 കണ്ണും തമ്മിൽ വ്യത്യാസമില്ല. റഫറിക്ക് അത് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെയാണ് ഇപ്പം ഞമ്മ ആ മാച്ച് തുടങ്ങുന്നതിന് ഈ റഫറിനെ പരിചയപ്പെടുത്തുന്ന പോലെ തന്നെ ഈ വാർ റൂമിലെ 3 റഫറീസിന് ഇന്ന കൺട്രിയിൽ നിന്ന് ഇന്നാൾ, ഇന്ന കൺട്രിയിൽ നിന്ന് ഇന്നാൾ, ഇന്ന കൺട്രിയിൽ നിന്ന് ഇന്നാൾ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് കുറേ സിസ്റ്റമാറ്റിക് ആയതും കംപ്ലൈൻറ്റ് ഇല്ലാതെ. ഓക്കെ, ഫെർണാണ്ടസ് ആണെങ്കിലും പോർച്ചുഗീസിന്റെ ബാക്കി മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിലും എന്തുകൊണ്ടാണ് റൊണാൾഡോയ്ക്ക് ഒരു ഫീഡ്? കാരണം മെസ്സിനെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാവരും മെസ്സിക്ക് ഫീഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ഫീഡിങ് ക്രിസ്ത്യാനോയെ സംബന്ധിച്ച് നടക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? ഇതൊരു 1 മാൻ ഷോ ഗെയിം അല്ല, ടീം വർക്കാണ് ഫുട്ബോൾ. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം എന്നോട് ചോദിച്ചു, ഞാനും അസിസാവ് ഞാൻ എടുക്ക് ഇതാക്കണം. അത് വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലെയറിനെ ഇതാക്കുന്നു. അപ്പം എനിക്ക് മെസ്സിനെ ഇഷ്ടമായതുകൊണ്ടല്ലേ നീ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് മെസ്സിനെ ഇഷ്ടമല്ല, എനിക്ക് റൊണാൾഡോനെ ഇഷ്ടം. അവർ കളിക്കുന്ന മൊത്തത്തിലുള്ള ടീമിനെയാണ് ഇഷ്ടം. ഇപ്പം ബ്രസീലിനെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിനെ എടുത്തിട്ട് പറയില്ല. ആ 11 ആളും ഇപ്പോൾ ഗോൾ അടിക്കുമ്പോൾ ഞാൻ ഒരു ഫോർവേഡ് ആയിരുന്നു, ഞാൻ ചിലപ്പോൾ ബോക്സിലായിരിക്കും ഉണ്ടാകും. വീടുന്ന് ഒരു 10 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടായിരിക്കും ബോക്സിലേക്ക് ആ ബോൾ കിട്ടുന്നത്. എനിക്ക് പിന്നെ അടിക്കേണ്ട പണിയേ ഉണ്ടാവും. സ്ട്രൈക്കേഴ്സ് എല്ലാം അങ്ങനെ. അത് ആ കിട്ടിയ അതിൽ 4 ചാൻസ് കിട്ടിയെങ്കിൽ ഒരു 1 ഗോളാവും, ചിലപ്പോൾ 3 ഗോളാവും, ചിലപ്പോൾ 4 ഗോളാവും. ചിലപ്പോൾ ഈ 10% ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഒരു മാച്ച് ജയിക്കാൻ കഴിയൂ. ഇതിപ്പോൾ ഇന്നലെ നേരത്തെ പറഞ്ഞു സ്വീഡനും അതിശ പറഞ്ഞല്ലോ, സ്വീഡനും നെതർലാൻഡ്സും 5 അടിച്ചിനെങ്കിലും കളി ഭയങ്കര സ്വീഡൻ്റെ പറയുന്നുണ്ടായി. കാരണം ആ ലക്ക് അവർക്കുണ്ടായിരുന്നു. ഒരു മാച്ച് 90 മിനിറ്റ്സ് ലിഫ്റ്റ് പെടുന്ന ഒരു വിങ് ബാക്ക് ഒരു പാസ് എടുത്തിട്ട് മിഡുന്ന ഒരു പാസ് എടുത്തിട്ടായിരിക്കും ഇദ്ദേഹം ഒരു 4-5 ആൾ കട്ടാക്കിയിട്ട് കൊണ്ടൊരു ഗോൾ അടിച്ചിട്ടുണ്ടാവും. അത് ലക്ക് പോലെ അങ്ങനെ സംഭവിക്കുന്നു. അതിപ്പുറം ഇക്കുറി കപ്പ് കിട്ടിയില്ലെങ്കിലും അടുത്ത അദ്ദേഹത്തിന് 46 ഇയർ ആകുമ്പോൾ അടുത്ത വേൾഡ് കപ്പിലും റൊണാൾഡോ ഉണ്ടാവും തോന്നുന്നു. എന്തായാലും ആ വേൾഡ് കപ്പ് കിട്ടേണ്ട അയാളെ പോലത്തെ ഒരു പ്ലെയറിന് അത് അത്യാവശ്യം, അതൊരു കാവ്യനീതിയാണ്.
അത് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അടുത്ത വേൾഡ് കപ്പിലും ഒരു വരാനുള്ള ചാൻസ് പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഈ പോർച്ചുഗലിനെ ഇഷ്ടപ്പെടാണ്ടായ കാരണം അത് ഇവരില്ല, റൊണാൾഡോ ഇല്ല. വണ്ടി ഉണ്ടോ ആ സമയത്ത്? അതിൽ ഒന്ന് പ്രത്യേകത ഒന്ന് പോർച്ചുഗലൊക്കെ ഒരു ലൈനിൽ നിന്ന് ടീമാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഗ്രീസ് എത്തുന്നത് ആ ഒരു ഏരിയ. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഒരു ഇതുണ്ടല്ലോ, അത് കൂടുതലുണ്ടാകുന്ന കുട്ടികൾക്കാണ്. ആ ഒരു ഫുട്ബോൾ തുടങ്ങുമ്പോഴേക്കും ഒരു ഇൻഡിവിജ്വലിനെ ഇതാക്കി മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആയാലും ബാക്കി ആരായാലും ഓരോ ഫാൻ ബേസ് ചെയ്തിട്ട് പോകുന്നതിലായാലും തോന്നിയതായിരിക്കും. ബാക്കി എന്തുണ്ടെങ്കിലും ലെറ്റ് ഹിം സ്പീക്ക്. I used to watch the Premier League a lot. You're saying EPL is the biggest league. So EPL had Arsenal, which had Thierry Henry, and Henry was magnificent. And United, the previous season had David Beckham. So David Beckham got transferred to Real Madrid, and so Alex Ferguson bought a 19-year-old kid from Sporting Lisbon. And I used to consistently watch each and every league and every player. And Ronaldo, the way he entered the stadium at Old Trafford wearing number 7, famous name, famous jersey number, famous club, famous stadium, and a really extraordinary manager backing him up. Like as a child, I was inspired, and I tried to play like him a lot. അതുപോലെ തന്നെ മറ്റൊരു തീരുമാനം എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ഓൾ ഭാരത് എന്നുള്ള പേരിട്ടാക്കണം ഇന്റർനാഷണലായിട്ട്. അപ്പോൾ ഏതായാലും ചിലപ്പോൾ ലോക ഫുട്ബോളിൽ രണ്ടാമതോ മൂന്നാമതോ ആയി വരാനുള്ള ഒരു സാധ്യതയാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. അതിനെ പറ്റിയിട്ട് താങ്കളുടെ അഭിപ്രായം പറഞ്ഞുകൊള്ളണം. മുമ്പ് ഇപ്പം കൽക്കത്ത തന്നെ അത് ബേസ് ചെയ്യുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സ് പറയാൻ പാടില്ലെങ്കിലും മാത്രം അത് പറഞ്ഞേ വെക്കും. BJP ആണ് കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ശരിക്കും പ്രസിഡന്റ് കല്യാൺ ചൗബെ 98-99 ഇന്ത്യയിലെ ബെസ്റ്റ് ഗോൾ കീപ്പറായി അവാർഡെല്ലാം കിട്ടി. ഇന്ത്യസ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് കല്യാൺ ചൗബെ. അത് കഴിഞ്ഞാൽ അദ്ദേഹം കളി നിർത്തി. ആ ഭാസ്കർ ഗാംഗുലി, അദ്ദേഹം ഭട്ടാചാര്ജി, അതിൻ്റെ ശേഷം വന്ന ഒരു നല്ല ഗോൾ കീപ്പർമാരിലൊരാണ് കല്യാൺ ചൗബെ പ്രസിഡന്റ്. അത് ഇപ്പം ഏത് പാർട്ടി ഒരു ഇത് എടുക്കുന്നുണ്ടെങ്കിലും അതിപ്പോൾ അതിനെ മോശമെന്ന് പറയാനൊന്നും എനിക്കറിയില്ല. അതിൽ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് മുമ്പ് ഫുട്ബോൾ അസോസിയേഷൻ ഫുൾ ഡോമിനേറ്റ് ചെയ്തതിന് NCP ആയിരുന്നു, പ്രഫുൽ പട്ടേലും ഇവരെല്ലാം. അത് കഴിഞ്ഞിട്ട് ഈ കല്യാൺ ചൗബെ 2000 ലാസ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷൻ നടന്ന 2024 ഉണ്ട്. ആ സമയത്ത് BJPൻ്റെ MP കാൻഡിഡേറ്റ് ആയിരുന്നു ഇവിടെ കൽക്കത്തയിൽ. തോറ്റത് മൊഹുവ മൊയ്ത്രെഡ് തോറ്റു, അത് കല്യാൺ ചൗബെ. അതുമാത്രമല്ല, അയാൾ സണ്ണിൻ ലോ ഓഫ് വിജയവർഗീയ അടുത്ത ആ സമയത്ത് BJPൻ്റെ പ്രസിഡന്റ്. ഓക്കെ, അതൊന്നും ഒരു തെറ്റല്ല. ഓക്കെ, അയാൾ നല്ല ഫുട്ബോളറും അത് ചെയ്തു. പിന്നെ എലക്ഷൻ വരുമ്പോഴേക്ക് ഈ 75 ഇയേഴ്സിന് അപ്പുറം അസോസിയേഷനിൽ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പ്രഫുൽ പട്ടേലിൽ പോകുന്നത്. ഞങ്ങളുടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ KMI മാത്രമെല്ലാം മാറേണ്ട വന്നെല്ലാം ആ ഒരു റൂളിലാണ്. അത് ഫീഫാൻ്റെ റൂളാണ്. ഓക്കെ, ഏറ്റവും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കാരണം അതിൻ്റെ ചരട് ഫുള്ള് വലിച്ചത് അനുരാഗ് ഠാക്കൂറും കിരൺ റിച്ചും രണ്ടാളും കൂടിയിട്ടാണ് അതിൻ്റെ ഓപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്തത്. ഓപ്പോസിറ്റ് നിന്ന് പ്രസിഡൻ്റായിട്ട് നിന്നത് കല്യാൺ ചൗബെനാട്ടിയും വലിയൊരു പ്ലെയറാണ്, അത് ബൈച്ചിങ് കുട്ടിയാണ്. പക്ഷെ വോട്ട് കിട്ടുമ്പോൾ ബൈച്ചിങ് കുട്ടിയാൾക്ക് ഒരേ ഒരു വോട്ട്, ബാക്കി ഫുള്ള് കല്യാൺ ചൗബെ കിട്ടി. അയാൾ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ തുടരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ ഗ്രാഫ് താണോണ്ടും പോയിക്കൊണ്ട് ഇപ്പോൾ കാലിജമ്മിൽ ഉണ്ടായിട്ട് ആദ്യം ഒന്ന് വന്ന് ഇപ്പോൾ കുറേ ബാക്കിലോട്ട് പോയി. ദാറ്റ്സ് ട്രൂ. പിന്നെ പേര് മാറ്റുന്ന ആ ഒരു സംഭവം അതിൽ നിങ്ങൾക്കറിയാത്ത വേറൊരു കാര്യം. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ KFA എന്ന് അതറിയപ്പെടുന്നത്, കേരള ഫുട്ബോൾ അസോസിയേഷൻ. ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ KSFA എന്ന് പറയും, തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷൻ TFA എന്ന് പറയും, ആന്ധ്ര, അങ്ങനെ ആ സ്റ്റേറ്റിൻ്റെ പേരിൽ അറിയപ്പെടും. രണ്ട് സ്റ്റേറ്റ് മാത്രമേ ആ പേരിൽ അറിയപ്പെടാറുള്ളൂ. ഒന്ന് ബംഗാളും ഒന്ന് മഹാരാഷ്ട്ര. അതെന്തുകൊണ്ട് എന്നുള്ള റീസൺ ഞാൻ പറഞ്ഞില്ല. ബംഗാൾ ഫുട്ബോൾ അസോസിയേഷൻ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ്, IFA എന്നാണ്.
ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IFA ഷീൽഡ്. ഓക്കെ, ഇപ്പോൾ എല്ലാം ട്രോഫിയിലാണ് എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഷീൽഡ് എന്ന് പറയുന്ന പണ്ട് ഉത്തരേന്ത്യൻ ട്രോഫി ഷീൽഡായിരുന്നു. അത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആ ഷീൽഡിൽ കൊടുക്കൽ കുറവാണ്. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ അശുതോഷ് മുഖർജി ഷീൽഡ്, ഇത് രണ്ടേ ഇപ്പോൾ ഷീൽഡിലായിട്ട് കൊടുത്തിരുന്നു. ബാക്കിയെല്ലാം ഇപ്പോൾ സന്തോഷ് ട്രോഫി ഷീൽഡിൽ. അങ്ങനെ അത് അങ്ങനെ വരാൻ കാരണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബംഗാളിൽ ഫുട്ബോൾ അസോസിയേഷൻ തുടങ്ങിയോണ്ടാണ് ഈ IFA എന്ന ആ പേര് വന്നു. അതിൻ്റെ ശേഷം തുടങ്ങിയത് മഹാരാഷ്ട്ര. 2 സ്റ്റേറ്റ് പറഞ്ഞില്ലേ, അതിലൊന്ന് മഹാരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ എന്നല്ല അതിനെ അറിയപ്പെടുന്നത്, വെസ്റ്റേൺ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ. ഇന്ത്യയിൽ ഈ 2 സ്റ്റേറ്റ് മാത്രമേ ഈ പേരിൽ അറിയപ്പെടുന്നു. ഇനി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പേര് മാറ്റുന്ന കുടിക്കുന്നെല്ലാം അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ എനിക്ക് ഇതില്ല. പിന്നെ ഫുട്ബോൾ എന്നല്ല, ഏതിലും ചെറിയ ചെറിയ അന്ധവിശ്വാസങ്ങളോ അത് ഇതെല്ലാം അതോരോരോ വ്യക്തികളെ സംബന്ധിച്ച്. ചിലപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ചില ആൾ ആദ്യം ഇടത്തെ കാലിൽ ശൂക്കും, അതിൻ്റെ ശേഷം വലത്തെ കാലം, അങ്ങനെ പലർക്കും പല അന്ധവിശ്വാസങ്ങളെല്ലാം ഉണ്ടാകും. അതൊരു രാജ്യത്തിന് തന്നെ അന്ധവിശ്വാസം വരുന്നില്ലെങ്കിൽ അത് അതിൻ്റെ പൊളിറ്റിക്സ്. പിന്നെ അക്കാഡമിയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നമ്മളെ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ മറ്റേ നാച്ചുറൽ ഗ്രാസ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. നിങ്ങൾ പോകുമ്പോൾ എല്ലാം കണ്ടിട്ടുണ്ടാവും റോഡ് സൈഡിൽ 1 മണിക്കൂർ ഇത്രയും പറഞ്ഞിട്ട് ഒരു പുല്ലും മറച്ചു വെച്ചിട്ടുള്ള. അത് ഏറ്റവും ഡേഞ്ചറസ് ആണ്. കാരണം ഹയസ്റ്റ് ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഇല്ല. കാരണം അതിൻ്റെ ഇടയിൽ കോൺക്രീറ്റും ഇതുവാന്നുള്ളത്. ആ ഗ്രാസ് പശു തിന്നേല, പിന്നെ വെള്ളം ഒഴിക്കേണ്ട, 0 മെയിൻ്റെനൻസ്. എന്തുകൊണ്ട് മറ്റേത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റേത് 1000 rupees പെർ ഡേ മെയിൻ്റെനൻസ് വേണം, അതിന് നോക്കാൻ വേണം. എങ്കിലും ആ ഗ്രൗണ്ടാണ് ബെസ്റ്റ്. അങ്ങനെയുള്ളൊരു ഗ്രൗണ്ട് ഇപ്പോൾ ഉള്ളത് എൻ്റെ ഗ്രൗണ്ടാണ്. AFFൻ്റെ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. I-League നടത്താം വേണമെങ്കിൽ ആ ഗ്രൗണ്ടിൽ. കാരണം അവർ അങ്ങനെ മെയിൻറ്റെയിൻ ആക്കി. അതെൻ്റെ ഇളയപ്പോഴുള്ള സമയത്ത്, ഇപ്പോൾ മരിച്ചുപോയി, അത് ഡയറക്ടറായിട്ട് ഉള്ള സമയത്ത് എടുത്ത ഒരു ഷാഫി വന്നിട്ടുണ്ടായില്ലേ. ഓക്കെ, ആ ഗ്രാസിൽ കളിക്കുക അല്ലാതെ കുട്ടികൾ കളിച്ചിട്ട് ഒരു അസ്യൂസെറ്റ് ഒരു 5th ഒരു 4th സ്റ്റാൻഡേർഡിൽ ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ള ആ ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കണം. പിന്നെ നമ്മൾ പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഫുഡിൻ്റെ സാധാരണ അത് ആരും പറഞ്ഞിട്ട് ഫലമില്ല. ഒരു 7 പോയിട്ട് കളിച്ചിട്ട് വന്ന് നേരെ പൊറോട്ടയും ബീഫിൻ്റെ മേക്കപ്പ് കയറി. ആ ഭക്ഷണത്തിലൊരു ക്രമീകരണം ഇല്ല, പക്ഷേ ഇരിക്കുന്നു. എത്ര പറഞ്ഞെങ്കിലും കേൾക്കില്ല. പിന്നെ കളീൻ്റെ ദിവസമായിരിക്കും ഉച്ചയ്ക്ക് മൗലൂദ പറയുന്നത്, ടീ റൈസും അതും ഇതും ഇതന്നെ. അടുത്തുള്ള സിസ്റ്റം അങ്ങനെയല്ല. ഒരു കറക്റ്റ് ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങണം. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേയേഴ്സ് അത്ര തന്നെ കൺസെപ്ഷൻ ഓഫ് വെള്ളം എത്രത്തോളം ഉറക്ക് പോകുന്നുണ്ട് അത്രത്തോളം. കാരണം 1.5 മണിക്കൂർ 90 മിനിറ്റും ഒരു 30 മിനിറ്റ് എക്സ്ട്രാ ടൈമും, പിന്നെ അതായത് ഇപ്പോൾ ആയില്ലേ അത്ര 1.5 മണിക്കൂറിൻ്റെ ആ ഇത് ഫുള്ള് ഇത് ഇടയ്ക്ക് നോക്കി നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കണ്ടേ. ആ സ്റ്റാമിന കിട്ടണമെങ്കിൽ കുറഞ്ഞത് രാവിലെ 3 മണിക്കൂറും വൈകുന്നേരം 3 മണിക്കൂറും ഈ പ്രാക്ടീസ് ചെയ്യണം. ആ ചെയ്ത എങ്കിൽ മാത്രമേ ഈ 1.5 മണിക്കൂർ കളിക്കാനുള്ള സ്റ്റാമിന കിട്ടും. ഇത് ഞാനൊരു 88 ആദ്യം ഒരു ഫെഡറേഷൻ കപ്പ് കാണാൻ വേണ്ടിയിട്ട് അന്ന് കണ്ണൂരിൽ നിന്നാകുമ്പോഴേക്ക് ഞാൻ പോകുന്നത്. അന്ന് മൊമെൻസിൽ ഷബീർ അലി, പിന്നെ ജാംഷഡ് നസീബി, പിന്നെ സുദീപ് ചാക്കരി, ബാബുമണി, മുഹമ്മദ് ഖാനും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരിക്കലും വിചാരിച്ചില്ല. ഞാനിത് കണ്ടിട്ട് യോഗയിൽ കണ്ടിട്ട് പേപ്പറിലെല്ലാം കാണുന്നതല്ലേ. അതിലൊരു 2 ആളൊക്കെ പിറ്റത്തോലം കളിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഒരു ഞാൻ പഠിക്കുന്ന 2nd ഡിഗ്രിയിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് FCI മദ്രാസിൽ ഫുഡ് കോർപ്പറേഷൻ്റെ അതിൽ ട്രയൽസിൽ തന്നെ എനിക്ക് കിട്ടി. ഞാൻ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ അവിടെ പോയി. അപ്പോൾ അതിൽ ബാബുമണിയും സുദീപ് ചാറ്റർജിയും മെയിൻ പ്ലെയറാണ്. ഷൈനി അബ്രാം ജോയിൻ ചെയ്ത വർഷം. ഷൈനി അബ്രാമിന് ഇപ്പോൾ അതിലുണ്ട് ഫുഡ് കോർപ്പറേഷൻ്റെ. ഇത് രാവിലെ ഒരു പരിചയമില്ലാത്ത നാടും ഫുഡും ശരിയാകുന്നില്ല. രാവിലെ 3 മണിക്കൂർ ഗ്രൗണ്ടിൽ പോകണം, തിരിച്ചു വന്നു. പിന്നെ ഉറങ്ങാൻ സമയമില്ല. അടുത്ത 3 മണിക്കൂർ പോകണം. ഒരു 2-3 മാസം ഞാൻ അവിടെ പിടിച്ചു തന്നു. പിന്നെ എനിക്കെന്നെ തോന്നി ഞാൻ അപ്പം കത്തിയില്ല. അപ്പോൾ പിന്നെ വേണ്ട ബംഗളൂരിൽ തിരിച്ചു വന്നിട്ട് ജോയിനായി ഞാനാണ് ഇപ്പോൾ ഈ ഉപദേശത്തിൽ കൊടുക്കുന്നത്.
ഓക്കെ ആ ശരിക്കും ഉപയോഗിച്ചിട്ട് ഓർ തന്നെ സ്വയം ചിന്തിച്ചിട്ട് വരണം. പിന്നെ ഈ രാത്രി പോലത്തെ ഈ ടൈപ്പ് ഗ്രൗണ്ടിൽ കളിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കണം. ലിഗമെന്റിനെല്ലാം ഇഞ്ചുറി പറ്റുന്ന സംഭവമാണ്. കാണുമ്പോൾ നല്ല ഫാൻസി ഗ്രൗണ്ട് പോലെ കളിക്കാൻ തോന്നുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു കളിക്കാരനായിരിക്കും, അയാൾ ഗൾഫിലെല്ലാം പോയിട്ട് ഒരു കൊല്ലം ഒന്നും പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ല, വലിയ പ്ലെയർ ആയിരിക്കും. തിരിച്ചു വരുമ്പോൾ ഈ ഗ്രൗണ്ട് കാണുമ്പോൾ പെട്ടെന്ന് പോയിട്ട് ഇറങ്ങിയിട്ട് കുറേ ആൾ മരിച്ചത് നമ്മൾ ന്യൂസ് കളിക്കളത്തിൽ. അത് ഈ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഞങ്ങളുടെ മൊബൈൽ ഗ്രൗണ്ട് ഭയങ്കര റഫാണ്, എങ്കിലും അത് സേഫ് വേണമെങ്കിൽ. പുല്ലില്ല, ഒന്നുമില്ല. മുസ്ലിം സ്കൂൾ ഗ്രൗണ്ടും അത് സിമിലർ കുമ്പള ഗ്രൗണ്ടല്ല. അതിൽ വീണെങ്കിൽ ആ സാധാ ഇഞ്ചുറി ഉള്ളൂ, കാലിന് ഇതില്ല. ശരിക്കും ആ ഒരു ഭൂമിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെ കിട്ടും. ഞങ്ങൾ അതിൽ കളിച്ചിട്ട് വളർന്നതാണ്. ആ സമയത്ത് ആദ്യം വന്നത് ജാംഷഡ് നസീരിയും മജീദ് ബക്ഷ് എന്ന് പറയുന്ന ഇറാനിയൻസ്. അപ്പോൾ ഓരോ ഈസ്റ്റ് ബംഗാളിൽ കളിച്ചിട്ട് പിന്നെ മൊഹമ്മൻസിൽ വന്നു. അത് മൂന്നാണ്, ഈസ്റ്റ് ബംഗാൾ, മൊഹമ്മൻസ്, ബഗാനാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലേ തുടങ്ങിയ ഓൾഡസ്റ്റ് ക്ലബ്. 1890 തുടങ്ങി. ഈ രണ്ടാളാണ് കൽക്കത്തയിൽ തന്നെ സെറ്റിലായി. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫാമിലിയോ അത് വയസ്സായി. ഓക്കെ, അതിൻ്റെ സത്യനും പാപ്പച്ചനും ഷർഫലിയൊന്നും പോയില്ല. സത്യനും ആ സമയത്ത് പോലീസിൽ ജോലി ഉണ്ടായിരുന്ന ഇവർക്കെല്ലാം കിട്ടി, വിജയനും കിട്ടി. സത്യൻ ആ ജോലി കളഞ്ഞിട്ട് കൽക്കത്ത പോയി. പോകുമ്പോൾ ഇത് കണ്ടിട്ട് വിജയനും ജോലി കളഞ്ഞിട്ട് പോയി. ഒന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th താഴെയായിരുന്നു അത് വിജയൻ. പിന്നെ കൽക്കത്തയിലെല്ലാം ഒരു ഏജ് കഴിഞ്ഞെങ്കിൽ പിന്നെ കഴിയുന്നല്ലോ. പിന്നെ നേരെ വന്നിട്ട് വിജയന് ചർച്ചിൽ ജോയിൻ ചെയ്തു. ചർച്ചിൽ പിന്നെ ചർച്ചിൽ കഴിഞ്ഞ് പിന്നെയും ആയിട്ട് നമ്മൾ FC കൊച്ചി എന്നൊക്കെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു, അതിൽ ജോയിൻ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സെവൻസിന് മാത്രം വിളിക്കുന്ന ഒരു പരുവത്തിലായി. അപ്പൊ പിന്നെ പിന്നീട് വീണ്ടും സത്യന് പിന്നെ ഒരു ധാരണ പറഞ്ഞായില്ലേ പോയിക്കൊണ്ടില്ല. അങ്ങനെ ഇന്ത്യൻ ബാങ്കിലായിരുന്നു. ഇന്റർ ബാങ്ക്സ് മത്സരങ്ങളിൽ അതിൻ്റെ കോച്ചായിരുന്നു കളിമതിയായി. അതാണ് ഞാൻ ലാസ്റ്റ് കാണുന്നത്. സത്യനെ കാണുന്നത്, സത്യേട്ടനെ കാണുന്നത്. ഓക്കെ, കുറേ നേരം ആ ബ്രിഗേഡിൻ്റെ ആടനെ റൂം അക്കോമഡേഷനിലാടനെ ഇമ്പീരിയൽ ബ്രസീലാണ്. അതിൽ മെയിൻ മാർക്കിലൊന്നും നമ്മുടെ ക്യാപ്റ്റനുണ്ട്. ടീം മോശമൊന്നുമല്ല ബ്രസീൽ. പിന്നെ ഓരോ കളി കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വന്നെങ്കിൽ സെമിയോളം ചാൻസ് പ്രോബ്ലമില്ല. ഫുട്ബോളില് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ
ഭാരതത്തിൽ സംസ്കാരം കാക്കണം, പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം, പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ എന്തോ ഒരു കാര്യം വളരെ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.